ഹലോ ഹായ്, പുതിയൊരു വീഡിയോയിലേക്ക് അവർക്കും സ്വാഗതം. വാട്സപ്പിൽ വന്ന പുതിയൊരു അപ്ഡേറ്റ് ഞാനിപ്പോൾ അടുത്താണ് കാണുന്നത് കേട്ടോ. അപ്പോൾ ആരൊക്കെ ശ്രദ്ധിച്ചിട്ടുണ്ടോ എന്നറിയില്ല. വാട്സപ്പിൽ നമ്മളിപ്പോൾ ആരെങ്കിലുമൊക്കെ സ്റ്റാറ്റസ് വെക്കുമ്പോൾ ആ വീഡിയോ നമുക്കും കൂടി സ്റ്റാറ്റസ് വെക്കണം. നമ്മൾ ചിലപ്പോൾ അവരോട് പറയും ആ വീഡിയോ ഒന്ന് സെൻഡ് ചെയ്യോ, നമുക്ക് കൂടി സ്റ്റാറ്റസ് വെക്കാൻ വേണ്ടിയിട്ട്. ഇപ്പോൾ ഈ വന്ന അപ്ഡേറ്റിൽ നമുക്ക് എന്ത് ചെയ്യാം, നമ്മളിപ്പോൾ ഒരു വീഡിയോ ഇടുകയാണെങ്കിൽ ആ വീഡിയോ മറ്റുള്ള ആൾക്കും ഷെയർ ചെയ്യാൻ രീതിയിൽ നമുക്ക് ഇടാൻ പറ്റും. അപ്പോൾ അവർക്ക് ജസ്റ്റ് ഒരു ക്ലിക്ക് ചെയ്താൽ ആ വീഡിയോ അവരുടെ സ്റ്റാറ്റസിലേക്ക് പോകും. അപ്പോൾ അത് എങ്ങനെയാണെന്ന് ഞാൻ കാണിച്ചു തരാം. അറിയുന്നവരാണെങ്കിൽ സ്കിപ്പ് ചെയ്ത് പോവാം, അറിയാത്തവരാണെങ്കിൽ ജസ്റ്റ് നോക്കാം. ഓക്കെ, വാട്സപ്പിലൊരു സ്റ്റാറ്റസ് വെക്കുക. നമ്മൾ ആദ്യം വാട്സപ്പ് ഓപ്പൺ ചെയ്യുക, അതിൽ സ്റ്റാറ്റസ് എടുക്കുക. അതെല്ലാം എല്ലാവർക്കും അറിയുന്നതാണ്. അതിൽ നമ്മളിപ്പോൾ ക്യാമറയുടെ ഐക്കൺ എടുത്താൽ നമ്മൾ എടുത്ത് വെച്ച വീഡിയോസുകൾ കാണാം. അതിലൊരു വീഡിയോ സെലക്ട് ചെയ്യുക. സെലക്ട് ചെയ്യുമ്പോൾ അങ്ങനെ ഓപ്ഷൻ കാണാം. അതിൽ 2-3 ഓപ്ഷൻ ഉണ്ട്. അതിലിപ്പോൾ നമ്മളെ മൈ കോൺടാക്റ്റ് ഉണ്ട്, അല്ലെങ്കിൽ ഏത് ആൾക്ക് നമ്മൾ കാണരുതെന്ന് വിചാരിച്ചിട്ട് ചെയ്യാൻ പറ്റും, അല്ലെങ്കിൽ ഏതൊക്കെ ആൾക്കാർ കാണണം എന്ന് വിചാരിച്ചിട്ട് ചെയ്യാൻ പറ്റും. അതിൻ്റെ ഇടയിൽ ഇൻസ്റ്റാഗ്രാം, ഫേസ്ബുക്ക്, പിന്നെ ഒരു ഷെയറിൻ്റെ ഒരു ഓപ്ഷൻ ഉണ്ട്. അത് ഓൺ ആക്കിയിട്ടിട്ട് നിങ്ങൾ ഷെയർ ചെയ്ത് കൊടുത്താൽ എന്ത് ചെയ്യാൻ പറ്റും, നമ്മൾ വാട്സപ്പ് ബാക്കിയുള്ളവർക്ക് ഇടാൻ പറ്റും. ഞാൻ ആ ഷെയർ ചെയ്ത സ്റ്റാറ്റസ് വേറെ മൊബൈലിൽ ഞാൻ നോക്കുകയാണ്. അപ്പോൾ ആ മൊബൈൽ നോക്കുമ്പോൾ കണ്ടില്ല, നിങ്ങൾ ഇടയിൽ ഒരു ഷെയറിൻ്റെ ഒരു ഓപ്ഷൻ കാണിക്കുന്നുണ്ടല്ലോ, അതിൽ ജസ്റ്റ് ക്ലിക്ക് ചെയ്താൽ അത് നമ്മുടെ അപ്പോൾ ആ ഫോണിൽ വാട്സപ്പിലെ സ്റ്റാറ്റസായിട്ട് മാറാൻ പോവാണ്. കണ്ടോ, അപ്പോൾ അതിന് കണ്ടിന്യൂ കൊടുത്താൽ ഇപ്പോൾ ഷെയർ കൊടുക്കുക. ഷെയർ കൊടുത്താൽ എന്തായി, ഇപ്പോൾ ആ ഫോണിൽ സ്റ്റാറ്റസായിട്ട് വരും. ഇപ്പോൾ ഞാൻ എൻ്റെ ഫോണിലിട്ട സ്റ്റാറ്റസ് ആ ഫോണിലെ സ്റ്റാറ്റസായിട്ട് മാറി. ഇത്രയുള്ള സംഭവം. ഓക്കെ, ഇത്രയുള്ള സിമ്പിളാണ് പരിപാടി. പക്ഷേ പലരും ശ്രദ്ധിച്ചിട്ടുണ്ടാവില്ല എന്നെനിക്ക് തോന്നുന്നത്. ഇതിൻ്റെ ഒരു ഉപകാരം എന്ന് വെച്ചാൽ, നമ്മളൊരു വീഡിയോ ചെയ്യുമ്പോൾ മറ്റുള്ളവർ കൂടി അത് ആ വീഡിയോ സ്റ്റാറ്റസ് വെക്കണം നമ്മൾ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ ഇങ്ങനെ ചെയ്താൽ മതി. ഇങ്ങനെ ചെയ്ത് കഴിഞ്ഞാൽ ഒരു നല്ല വീഡിയോ ഒക്കെ ആണെങ്കിൽ ആൾക്കാർ ചിലപ്പോൾ നമ്മൾ നല്ല വീഡിയോ ആയതുകൊണ്ടാണല്ലോ നമ്മൾ സുഹൃത്തുക്കളോട് ആ വീഡിയോ ഒന്ന് സെൻഡ് ചെയ്യുമെന്ന് ചോദിക്കുന്നത്. അപ്പം നമുക്ക് വേറെ ആൾ കൂടി നമ്മൾ ആ സ്റ്റാറ്റസ് വെക്കണം നമ്മൾ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ ഇതുപോലെ ചെയ്തിട്ടൊന്ന് വീഡിയോ സ്റ്റാറ്റസ് ആക്കി വെച്ചിട്ടുണ്ടെങ്കിൽ അവർക്ക് ജസ്റ്റ് ഒറ്റ ക്ലിക്കിൽ അത് അവരുടെ സ്റ്റാറ്റസ് കൂടി ആവും. അപ്പോൾ അത് കൂടുതൽ ആളുകളിലേക്ക് നമ്മൾ ഉദ്ദേശിക്കുന്ന വീഡിയോ എത്താൻ സാധ്യത. ഇപ്പോൾ ഇതിപ്പോൾ ഒരു വല്ല ചാരിറ്റിയുമായി ബന്ധപ്പെട്ടതോ അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും ഇൻഫോർമാറ്റീവ് ആയിട്ടുള്ള കാര്യങ്ങളോ ഇതുപോലുള്ള കാര്യങ്ങളൊക്കെ ആവും കൂടുതൽ ആൾക്കാർക്ക് എത്താൻ വേണ്ടിയിട്ടൊക്കെ ചെയ്യാൻ ഉപകാരപ്പെടും ഈ ഒരു അപ്ഡേറ്റ് എന്ന് എനിക്ക് തോന്നുന്നത്. അല്ലെങ്കിൽ നമ്മൾ അയച്ചു കൊടുക്കുന്ന ഒരു വീഡിയോ മറ്റൊരാൾക്ക് സ്റ്റാറ്റസ് വെക്കാൻ പറ്റുള്ളൂ. അല്ലാതെ അവർക്കിപ്പോൾ അത് ഡൗൺലോഡ് ചെയ്തിട്ട് സ്റ്റാറ്റസ് വെക്കാനുള്ള ഒരു ഓപ്ഷൻ ഇല്ലല്ലോ വാട്സപ്പിൽ. അപ്പോൾ ഇത് ഒരു ബെറ്റർ ആയിട്ടുള്ളൊരു അപ്ഡേറ്റ് ആയിട്ടാണ് എനിക്ക് തോന്നിയത്. ഞാൻ കണ്ടപ്പോൾ എനിക്ക് ഭയങ്കര സന്തോഷം തോന്നി. നല്ലൊരു അപ്ഡേറ്റ് ആണ്. അപ്പോൾ ഇത് ഉപകാരപ്പെടും പല ആൾക്കാർക്കും, പ്രത്യേകിച്ച് ഇതുപോലെ വീഡിയോ ചെയ്തിട്ട് ഷെയർ ചെയ്യുന്ന ആൾക്കാർ. അല്ലെങ്കിൽ ഏറ്റവും കൂടുതൽ നമ്മൾ സ്റ്റാറ്റസ് വെക്കുമ്പോൾ വേറെ ആൾ ഷെയർ ചെയ്യണം, അല്ലെങ്കിൽ വേറെ ആളും കൂടി ഇതൊന്ന് സ്റ്റാറ്റസ് വെക്കണം എന്ന് ആഗ്രഹിക്കുന്ന ആൾക്കാർക്കാണ് കൂടുതൽ ഉപകാരപ്പെടുന്നത്. കാരണം വേറൊരാളെ സ്റ്റാറ്റസ് നമുക്ക് എടുക്കണമെങ്കിൽ അയാൾ ഇതുപോലെ ചെയ്താലേ നമുക്ക് കിട്ടുള്ളൂ. പക്ഷേ നമ്മൾ ഇടുന്ന വീഡിയോ വേറെ ആൾക്കാർ ഇതുപോലെ സ്റ്റാറ്റസ് വെക്കണം എന്ന് ചിന്തിക്കുന്ന ആൾക്കാർക്കാണ് ഈ അപ്ഡേറ്റ് ഉപകാരപ്പെടുക. സിമ്പിളായിട്ടുള്ളൊരു വീഡിയോ ആണ്. വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്പെട്ടെങ്കിൽ നിങ്ങൾ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, നിങ്ങളുടെ വിലപ്പെട്ട അഭിപ്രായങ്ങൾ കമൻറ്റ് ചെയ്യാൻ മറക്കരുത്. അപ്പോൾ പുതിയൊരു വീഡിയോയിൽ വീണ്ടും വരുന്നതാണ്. ഓക്കെ, ബൈ.